നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച INDAA എന്ന മുന്നണി, ആ മുന്നണിയിലെ ഒരു പാർട്ടികളും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല എന്നത് മറ്റാരേക്കാളും അറിയാവുന്നത് അവർക്ക് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ അവിടെയുള്ള പൊട്ടിത്തെറികൾ കുറച്ച് ഭീകരമായി തുടരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം CPM എന്ന പാർട്ടിയെ കുറിച്ച് ബംഗാളിന്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. CPM ഭീകരരുടെ പാർട്ടി എന്ന് തൃണമൂൽ കോൺഗ്രസ് മേധാവിയും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഒരു പൊതുവേദിയിൽ പറഞ്ഞിരിക്കുന്നു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-മായി തങ്ങൾ സഖ്യത്തിൽ ഏർപ്പെടില്ല എന്നുകൂടി മമത വ്യക്തമാക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച സൗത്ത് 24 പർഗനാസിലെ ജയ്നഗറിൽ ഒരു സർക്കാർ പരിപാടിയിൽ സംസാരിക്കവെയാണ് മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള വളരെ വിവാദപരമായ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ബംഗാളിൽ കഴിഞ്ഞ 34 വർഷത്തോളം CPM ജനങ്ങളുടെ മനസ്സ് വെച്ച് കളിച്ചു. ഇന്ന് അവർ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് സംസാരിക്കുന്നു. 34 വർഷം അവർ അധികാരത്തിലിരുന്നപ്പോൾ എന്താണ് ചെയ്തത്? അതേസമയം തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയതിനു ശേഷം 20,000-ഓളം ആളുകൾക്ക് സർക്കാർ ജോലി നൽകിയിട്ടുണ്ട്. അവരുടെ ഭരണകാലത്ത് ബംഗാളിലെ ജനങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. ഇതാണ് മമത നടത്തിയ പ്രസ്താവന. എന്തായാലും മമതയുടെ നിലപാട് ആവർത്തിച്ചുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങൾ CPM-മായി ഒരു തരത്തിലും സഖ്യം ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപ് തന്നെ തൃണമൂൽ കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെടില്ല എന്ന് CPM-ഉം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്ത് CPM-ഉം കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒരേ വേദിയിൽ ഇരിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നാണ് CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത്. ഇതിനിടയിലാണ് മമതാ ബാനർജിയും CPM-നെതിരെ തിരിച്ചടിച്ചിരിക്കുന്നത്. എന്തായാലും പൊതു തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ എങ്ങനെയാവും ഈ മുന്നണി ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് മലയാളം.